നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. തമിഴ്നാട് ബോർവെൽസ്, തൃശൂർ 7560850000. സംസ്ഥാനത്ത് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും കോളറ മരണം. തിരുവനന്തപുരം കവടിയാർ സ്വദേശിയായ കാർഷിക വകുപ്പിലെ മുൻ ജീവനക്കാരനാണ് മരണമടഞ്ഞത്. 63-കാരന് കോളറ സ്ഥിരീകരിച്ചത് മരണാനന്തരം നടത്തിയ രക്തപരിശോധനയിൽ. പനിബാധയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഈ മാസം 17-ന്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യ വകുപ്പ്. ബന്ധുക്കൾക്കോ പ്രദേശവാസികൾക്കോ രോഗബാധയില്ല. ജാഗ്രതയോടെ ആരോഗ്യ വകുപ്പിന്റെ പ്രവർത്തനം. ജനകീയാസൂത്രണ മാതൃകയിൽ ജനപങ്കാളിത്തത്തോടെ കേരളത്തിന്റെ വിജ്ഞാന സമ്പദ്ഘടന ശക്തിപ്പെടുത്തുമെന്ന് മുൻ മന്ത്രി ഡോക്ടർ തോമസ് ഐസക്. തൊഴിൽ രഹിതർക്ക് വിദ്യാഭ്യാസത്തിനും അഭിരുചിക്കുമനുസരിച്ച് തൊഴിൽ ഉറപ്പാക്കും. സന്നദ്ധ പ്രവർത്തകരെ ഏകോപിപ്പിച്ച് കേരളത്തിന്റെ തൊഴിൽ വിജ്ഞാന മേഖല ശക്തിപ്പെടുത്തുമെന്നും വിജ്ഞാന കേരളം അഡ്വൈസർ. വാരാണി വിനോദസഞ്ചാര കേന്ദ്രം കേരളത്തിന്റെ ടൂറിസം ഹബ്ബാകാൻ മുഖം മിനുക്കുന്നു. പ്രകൃതി രമണീയതയുടെ നിറകുടമായ വാരാണിയിൽ സംഗീത ജലധാരയ്ക്ക് പിന്നാലെ കൊട്ടവഞ്ചിയുമെത്തുന്നു. വനസംരക്ഷണ സമിതിയുടെ കീഴിലുള്ള ഇക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റിക്ക് ചുമതല. ആദിവാസി വിഭാഗത്തിന്റെ ശാക്തീകരണവും ലക്ഷ്യം. കൊട്ടവഞ്ചി സർവീസ് ആരംഭിക്കാൻ പരിശീലനം ആരംഭിച്ചു. പീച്ചിയിൽ നിന്നുള്ള വൈൽഡ് ലൈഫ് ഉദ്യോഗസ്ഥരാണ് പരിശീലനം നൽകുന്നത്. MLA സേവ്യാർ ചിറ്റിലപ്പിള്ളിയുടെ ഇടപെടൽ പദ്ധതിക്ക് കരുത്ത്. വന്യമൃഗശല്യം അതിരൂക്ഷമായ വടക്കാഞ്ചേരി നഗരസഭ. തെക്കുംകര, ചേലക്കര പഞ്ചായത്തുകൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ സൗരവേലി സ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കണമെന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. വനം വകുപ്പിന് കർശന നിർദ്ദേശം. ജില്ലാ വികസന സമിതി യോഗത്തിൽ വന്യമൃഗശല്യം ഉന്നയിച്ച് സേവ്യാർ ചിറ്റിലപ്പിള്ളി MLA. ജില്ലയിലെ അതിദാരിദ്ര്യ ലഘൂകരണ പദ്ധതിയുടെ അവലോകനം നടന്നു. മുളങ്കുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അസ്ഥി, മജ്ജ, രക്തരോഗങ്ങളെ കുറിച്ച് ഏകദിന തുടർ വിദ്യാഭ്യാസ പരിപാടി. രക്തരോഗങ്ങൾ തിരിച്ചറിയുന്നതിന് പത്തോളജിസ്റ്റുകൾക്ക് കരുത്താകുന്നതിന് വഴികാട്ടി ഒരു ദിനം. ആരോഗ്യ സർവകലാശാലയുടെ MD പാത്തോളജി പരീക്ഷയിൽ മികച്ച വിജയം നേടിയവർക്ക് ആദരം. ചികിത്സാരംഗത്ത് മികവിലേക്ക് വിരൽ ചൂണ്ടി തുടർ വിദ്യാഭ്യാസ പരിപാടി. 20 രാജ്യങ്ങളിൽ നിന്നുള്ള 5000 സ്കൂളുകൾ പങ്കെടുത്ത അന്താരാഷ്ട്ര ഹിന്ദി ഒളിമ്പ്യാഡിൽ തെക്കുംകര പഞ്ചായത്തിലെ കരിമത്ര സ്വദേശിനിക്ക് സ്വർണ്ണ മെഡൽ. റിട്ടയർഡ് SI രാജേന്ദ്രൻ. പോലീസ് അക്കാദമിയിലെ ASI ബേബി ദമ്പതികളുടെ മകൾ അനന്തിക മൈഥിലിയാണ് മികവിന്റെ പുത്തൻ ഉയരങ്ങൾ കീഴടക്കിയത്. രാമവർമ്മപുരം കേന്ദ്രീയ വിദ്യാലയത്തിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് അഭിനന്ദന പ്രവാഹം. കരിമത്ര മഹാത്മാ സ്വയം സഹായ സംഘം വസതിയിലെത്തി ആദരിച്ചു. ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെയും വള്ളത്തോൾ നഗർ പഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ജനകീയ പോരാട്ടം. കലയുടെ ആസ്ഥാനത്ത് ലഹരി വിരുദ്ധ പ്രചരണ കൂട്ടയോട്ടം. നിരവധി പേർ കണ്ണികളായി. മഹനീയ സന്ദേശം ഏറ്റെടുത്ത് ജനത. മുളങ്കുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയെത്തുന്നവർക്ക് ആശ്വാസ കരുതലൊരുക്കാൻ സേവാഭാരതി. പുതിയതായി നിർമ്മിക്കുന്ന അമൃത് സ്പർശം ആശ്രയ കേന്ദ്രത്തിന്റെ ശിലാസ്ഥാപനം നടന്നു. രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ആശ്രയമാകും ആശ്രയ കേന്ദ്രം. TS കല്യാണരാമൻ ശിലാസ്ഥാപനം നിർവഹിച്ചു. മുണ്ടത്തിക്കോട് സ്നേഹക്കൂടാരം കലാകായിക വേദിയുടെ ദശദിന ക്യാമ്പിൽ ആഹ്ലാദ ആരവമായി മികവിന്റെ പരിപാടികൾ. പാട്ടും നൃത്തവുമായി പുത്തൻ അനുഭവതലം കീഴടക്കി കുട്ടിക്കൂട്ടം. അറിവിന്റെ ആത്മാവ് തേടി ക്യാമ്പംഗങ്ങൾ ഒളപ്പമണ്ണമന അഡ്വക്കേറ്റ് OM രവി നമ്പൂതിരിയുടെ വസതിയിൽ
പാർലിക്കാട് നൈമിഷാരണ്യം ശ്രീ സുഗീയം ക്യാമ്പിന് സമാപനം. കലിയുഗവരുതനായ അയ്യപ്പസ്വാമിയുടെ മഹിമകൾ വാഴ്ത്തിപ്പാടി വടക്കാഞ്ചേരിയിൽ ശാസ്താംപാട്ട് മാമാങ്കം. 6 ടീമുകൾ സൗഹൃദ മത്സരമൊരുക്കി ശാസ്താംപാട്ടിൽ ആരവ കൊടുമുടി തീർത്തു. മച്ചാട് ഗുരുസ്മരണ ഉടുക്കുവാദ്യ ശാസ്താംപാട്ട് കലാസംഘത്തിന്റെ വാർഷികാഘോഷം മികവിന്റെ പ്രതീകങ്ങൾക്കുള്ള ആദരവേദിയായി. പുരസ്കാര സമ്മേളനം നടന്നു. യുവതിയെ പീഡിപ്പിച്ച ശേഷം കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയായ വിവാഹിതനും 2 കുട്ടികളുടെ പിതാവുമായ വല്ലാർപാടം സ്വദേശിക്ക് 28 വർഷം തടവും ₹1,00,000 പിഴയും ശിക്ഷ. വടക്കാഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. ആൾമാറാട്ടം നടത്തി മാട്രിമോണി വഴി യുവതിയെ വിവാഹം ചെയ്ത ശേഷമായിരുന്നു ക്രൂരപീഡനവും കൊലപ്പെടുത്താനും ശ്രമം. കട്ടിലിൽ കൈകാലുകൾ കെട്ടിയിട്ടും പീഡിപ്പിച്ചു. കേസിനാസ്പദമായ സംഭവം 2016 മെയ് മാസത്തിൽ ചെറുതുരുത്തി പോലീസ് എടുത്ത കേസിലാണ് ശിക്ഷ.